വിശാല് റണ്ണറപ്പ്, സൗന്ദര്യ ടോപ്പ് 3. ഇത് എന്തോന്നടേ ഈ നടക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സൗന്ദര്യയാണ് വോട്ടിങ്ങിൽ 20% വോട്ടുള്ള സൗന്ദര്യക്കാണ്, 18% വോട്ട് മാത്രമുള്ള വിശാലിനെ റണ്ണറപ്പ് ആക്കുന്നു, ടോപ്പ് 2 ആക്കുന്നു. ഇത് എന്ത് ന്യായമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കുറച്ച് മുന്നേ വന്ന് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, വിശാലിനെ സെക്കൻഡ് പൊസിഷനിലാക്കാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ നമുക്കിപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന്. ആദ്യം ഞാൻ ആ കാര്യം പറയാം. വിശാലിനെ നിലവിൽ ഞാൻ അറിഞ്ഞത് പ്രകാരം വിശാലാണ് റണ്ണറപ്പ്. വിശാലിന് വോട്ടൊന്നുമില്ല, വിശാൽ 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്, വോട്ടിങ്ങിൽ 3rd പൊസിഷനിലാണ്. പക്ഷേ വിശാലിനെയാണ് ചാനൽ റണ്ണറപ്പ് ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു ഡിസിഷൻ ആണോ എന്തോ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ പറയും പോലെ വിന്നറൊന്നും അല്ലല്ലോ, വിന്നറാക്കിയില്ലല്ലോ, എങ്കിലേ യുദ്ധം നടക്കുകയുള്ളായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ, നിങ്ങൾ ആ തമിഴിൻ്റെ ഒക്കെ ചാനലുകളൊക്കെ എടുത്ത് നോക്കണം, വിജയ് TV തുറക്കാൻ വയ്യ, ബാക്കി റിവ്യൂ ചാനലുകളൊന്നും തുറക്കാൻ വയ്യ, പേജസ് തുറക്കാൻ വയ്യ, ബിഗ് ബോസിന്റെ ഒന്നുമേ തുറക്കാൻ വയ്യ. അത്രമാത്രം പ്രതികരണമാണ് കാരണം ഒഫീഷ്യൽ വോട്ടിംഗ് അങ്ങനെ ലീക്കായി. ഒഫീഷ്യൽ വോട്ടിംഗ് എല്ലാവർക്കും കിട്ടി, എത്ര വോട്ടുകൾ കൃത്യം കിട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എന്തിനീ വിശാലിനെ പിടിച്ചുകൊണ്ട് റണ്ണറപ്പ് ആക്കി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഭയങ്കര നെഗറ്റീവ് കമന്റ് ആണ്. വിശാലിന് അതിനുള്ള യോഗ്യതയുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യം. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും നമുക്ക് ടോപ്പ് 5 ആയി. പവിത്ര, റയാന്, പിന്നെ സൗന്ദര്യ, വിശാല്, മുത്തു. നാളെ വിശാല് പിന്നെ റണ്ണറപ്പ് ആവുന്നിരിക്കട്ടെ, ഇപ്പൊ മുത്തുവിന്റെ കൈ പിടിച്ച് വിജയ് സേതുപതി ഇങ്ങനെ പൊക്കുമ്പം അപ്പുറത്ത് നിൽക്കുന്ന വിശാല്, മുത്തുവിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടായിരിക്കുമല്ലോ വിജയ് സേതുപതി പൊക്കുന്നത്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അവിടെ സൗന്ദര്യം നിന്ന് കഴിഞ്ഞാൽ അതിന് സൗന്ദര്യം ഇത്രയും 105 ദിവസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാനുണ്ട് തന്നല്ലോ. വിശാൽ അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഇപ്പം ടോപ്പ് 5 എന്ന് പറയുമ്പോഴത്തേക്കും ആ 5ഉം ആ 5 പേരും നല്ലതുപോലെ കളിച്ച് മുന്നേറുന്ന ആൾക്കാരായിരിക്കണം. അതിനകത്ത് നിന്ന് തന്നെ ഒരാൾ ജയിക്കുമ്പം പൊരുതി ജയിക്കുന്നതല്ലേടേ വിജയം. ഇതെന്തോന്ന് വിശാലും മുത്തും കൂടെ വന്നു കഴിഞ്ഞാൽ മുത്തുവിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ തന്നെയാണ് വിന്നർ, എനിക്കറിയാം, അതിന് മാത്രമുള്ള കാര്യമൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഭയങ്കര വലിയൊരു അൺഫെയർ ആണ്, ഭയങ്കര അൺഫെയർ. പിന്നെ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ പവിത്രയും റയാനും മാത്രമേ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിട്ടുള്ളൂ. ഇനി 3 പേര് അവിടെ ഉണ്ട്. ആരൊക്കെ? മുത്തുണ്ട്, വിശാലുണ്ട്, സൗന്ദര്യമുണ്ട്. ഇവർ 3 പേരുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് നാളെ വൈകിട്ട് 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് തുടങ്ങത്തുള്ളൂ. 3 മണിക്കാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതെന്നാണ് അറിയാൻ പറ്റിയത്, വൈകിട്ട് നാളെ. ഇനി അതുവരെ ആ നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ കത്തിപ്പറക്കുകയാണ്. ആ നിമിഷം വരെ കത്തുന്ന കത്തൊക്കെ അനുസരിച്ച് ഇനി അവസാന ടൈമിൽ എങ്ങാനും പിടിച്ച് വേണ്ട നമുക്ക് മര്യാദയ്ക്ക് സൗന്ദര്യം തന്നെ ഈ റണ്ണറപ്പ് ആക്കാം എന്നുള്ള ലെവൽ വരുമെന്നറിയില്ല. ഞാൻ പറയുന്നത് വോട്ട് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ ആക്കട്ടെ. എന്തായാലും ഇത്രയും വലിയ ഒത്തിരി അൺഫെയർ നടന്ന സീസണാണ് ഈ സീസൺ. എന്തായാലും വോട്ടുകൾ വന്നല്ലോ, അതിനനുസരിച്ച് നടക്കട്ടെ. അല്ലെങ്കിൽ ഭയങ്കര ഒരു അൺഫെയർ ആണ്, പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. ഇനി നാളെ എങ്ങാനും സോഷ്യൽ മീഡിയ അത്ര കത്തക്കോണ്. അപ്പൊ അതുകൊണ്ട് നാളെ എങ്ങാനും ഇനി പിടിച്ച് വോട്ടിന്റെ ബേസിസിൽ ആ മുത്തു വിന്നർ, സൗന്ദര്യ റണ്ണറപ്പ്, 3rd വിശാല്, 4th റയാന്, 5th പവിത്ര ആക്കുന്ന. എന്തായാലും പവിത്രയുടെയും റയാന്റെയും സാധനങ്ങൾ കഴിഞ്ഞു, അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ 3 പേരുടേത് മാത്രമേ ഉള്ളൂ. ഇവരുടെ നേരെ സ്റ്റേജിൽ കൊണ്ടുവരണം, ഒരാളെ റെഡ് ആയിട്ട് കാണിക്കും, ബാക്കി 2 പേരെ കൈവെക്കും. ഇനി അത്ര മാത്രമേ ഉള്ളൂ. അതിന് നാളെ വൈകുന്നേരമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ജാക്കലിനും അരുണും വന്നില്ല, തിരിച്ച് ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് ജാക്കലിനും അരുണും കയറിയിട്ടില്ല. ആക്ച്വലി എന്താ സംഭവം എന്ന് അറിയത്തില്ല. ജാക്കലിന് ഇന്നലെ പോയെന്നെങ്കിലും പറയാം. അരുണിന്റെ കേസ് എനിക്ക് അറിയില്ല. അരുൺ സ്റ്റോറി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് സിനിമയൊക്കെ കാണുന്ന. പക്ഷെ അരുൺ എന്താ വരാത്തതെന്ന് അറിയത്തില്ല. സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴാണ് കണ്ടസ്റ്റൻസ് വരാതിരിക്കുന്നത്, അറിയില്ല. പിന്നെ നാളെ ഫിനാലെ സ്റ്റേജിൽ ജാക്കലിൻ ഉണ്ടെന്ന് അറിയുന്നു. ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തെന്നാണ് അറിയുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ റിവ്യൂവിൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 104 ജനുവരി 18 തീയതിയിലെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്. അവസാനത്തെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് കളിക്കുന്നു. പിന്നീട് ടോപ്പ് 5 കണ്ടസ്റ്റൻസിന് എല്ലാവരെയും ഒന്ന് മുഖമൊക്കെ വെട്ടിത്തളിക്കാനും, റയാന്റെ മുടി പഴയതുപോലെ കറുപ്പാക്കാനും, ട്രിം ചെയ്യാനും, മാനിക്യൂർ പെഡിക്യൂർ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട്, ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ലൈവ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി 5 പേരും വൃത്തിയായി വരുന്നു. റയാന്റെ മുടിയൊക്കെ കറുപ്പിക്കുന്നു. അതിനുശേഷം ഒരു ഫൺ ഇവരുടെ ചിരിയുടെ വീഡിയോ, എല്ലാവരും ഇങ്ങനെ കോമഡി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവരുടെ കരച്ചിലിന് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ദെൻ എല്ലാ എക്സ് കണ്ടസ്റ്റൻസും തിരിച്ചിറങ്ങുന്നു. ബായി ഒക്കെ പറഞ്ഞ് എല്ലാവരും തിരിച്ചിറങ്ങുന്നു, തീരുന്നു. ഇതാണ് എപ്പിസോഡ്, വേറെ ഒന്നും എപ്പിസോഡിലില്ല. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റിവ്യൂ ആയിട്ടെന്ന് നമുക്ക് തീർന്നു. ഇനി നമുക്ക് റിവ്യൂ ഒന്നും പറയാനില്ല. നമുക്ക് നാളെ ഗ്രാൻഡ് ഫിനാലയുടെ സംഭവങ്ങൾ പറയാനായിരിക്കും ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ വരുന്നത്.
അല്ലെങ്കിൽ ഇനി അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ വിന്നറിനെ ഒന്നുകിൽ ഞാൻ നാളെ ഇനി വിന്നറിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് പറയാനായിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലയുടെ റിവ്യൂ ആയിട്ട് ഡയറക്റ്റ് ആയിരിക്കും ഞാൻ വരുന്നത്. എന്തായാലും നാളെ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഒത്തിരി ടോപ്പിക്കുകൾ കാണും നമുക്ക് പറയാനായിട്ട്. അപ്പം ഇത്രയും ദിവസം ഈ 104 ദിവസം ഞാൻ റിവ്യൂ ചെയ്ത് ഈ സീസൺ റിവ്യൂ ചെയ്തു. എനിക്ക് ഭയങ്കരമായ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1000 പേര് കാണും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി ഈ സീസണിൻ്റെയും റിവ്യൂ അങ്ങനെ കംപ്ലീറ്റഡ് ആകാൻ പോകുന്നു. ഇനി ഒരു എപ്പിസോഡ് കൂടിയാകുമ്പോൾ കംപ്ലീറ്റഡ് ആവും. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് എന്താണ് എൻ്റെ റിവ്യൂവിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് നാളെ ഈ കേസ് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ലെങ്ത് ആയിരിക്കും നാളത്തെ എപ്പിസോഡ്. അത്രയ്ക്ക്, കാരണം നാളെ 6 മണിക്ക് ഗ്രാൻഡ് ഫിനാലെയാണ്, അറിയാലോ. നാളെ ഗ്രാൻഡ് ഫിനാലെയാണ്, 6 മണിക്ക് തുടങ്ങും, ഒരു 11:30 വരെ ഉണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ റിവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തമിഴ് ബിഗ് ബോസ് സീസൺ 8 കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. മലയാളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസൺ തമിഴ് കണ്ടവരുണ്ടല്ലോ, അവർ ആ സീസണുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ആ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി എനിക്ക് പേഴ്സണലി ഈ സീസണെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സീസൺ 7 നല്ലതുപോലെ തന്നെയാണ് റിവ്യൂ ചെയ്തത്. പക്ഷേ സീസൺ 7 അത്രയും കോണ്ടന്റ് ഈ സീസൺ 8 ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ആളാണ്. സീസൺ 7 എൻ്റെ എല്ലാ റിവ്യൂ വീഡിയോയെക്കാളും ലെങ്ത് ആണ് ഈ സീസൺ 8 ഈ വീഡിയോയ്ക്ക്. സത്യം, സീസൺ 8 എൻ്റെ സീസൺ 7 തമിഴിലെ എൻ്റെ എല്ലാ വീഡിയോസും ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് കുറഞ്ഞത് എപ്പോഴും ഒരു 18 മിനിറ്റ് 20 മിനിറ്റ് 25 മിനിറ്റ് 35 മിനിറ്റ് വരെ 37-38 മിനിറ്റ് വരെ പോയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടല്ലോ നമ്മൾ റിവ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 2-3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും അയ്യോ നമ്മുടെ പഴയ സീസണിലെ മായയും അർച്ചനയും വിചിത്രയും പോലെ ആവുന്നില്ലല്ലോ എന്നൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് തമിഴിൽ ഞാൻ 2 സീസൺസേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ സീസണും സീസൺ 7 തമിഴും ഈ സീസൺ 8 തമിഴും. ഇത് തന്നെയാണ് എനിക്ക് 2 സീസണിലും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഭയങ്കര അൺഫെയർ സാധനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ട്വിസ്റ്റുകളും അല്ലെങ്കിൽ കുറേയൊക്കെ കുളമാക്കി കളഞ്ഞ സാധനമായിപ്പോൾ. പക്ഷേ എൻജോയ് ചെയ്തത് ഞാൻ കൂടുതൽ അതാണോ ഇതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ആൻഡ് ഐ ലവ് ദിസ് സീസൺ. ഭയങ്കരമായിട്ട് ഞാൻ ഈ സീസണെ ഇഷ്ടമാണ് എനിക്ക്. ഇനി ഈ സീസണിലെ ഫേവറേറ്റുകൾ ആരാന്ന് ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേവറേറ്റ്സിനെ ഞാൻ ആരൊക്കെയാണെന്ന് പറയണം. ഒരാളല്ല, ഒരിക്കലും ഒരാൾ ഫേവറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ നിങ്ങളെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇയാൾക്ക് PR പണി ചെയ്യുന്നു, അയാളെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവരെ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ജെനുവിൻലി ടു ബി ഫ്രാങ്ക്, ടു ബി ഓണസ്റ്റ്, എന്താ പറയുക, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ അങ്ങനെ ഒരാളുടെയും ഭയങ്കര ഒരു ഫാനോ അല്ലെങ്കിൽ ആരുടെ ഒരു PR ഒന്നുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു 5 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേര്: 1 മുത്തു, 2 ജാക്ലിൻ, 3 സൗന്ദര്യ, 4 മഞ്ജരി, 5 ദീപക്. ഈ 5 പേരുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. ഈ 5 പേര് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സുനിത വരാം, ആനന്ദി വരാം, ഒക്കെ വരും. അപ്പം ഈ 5 പേരുടെ പേരാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പറയാനുള്ളത്. ഭയങ്കര ഒരു ഇഷ്ടം കൂടുതൽ ആരടുത്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ ഈസ്, എന്താ പറയുക, നമുക്ക് ചിരിക്കാൻ കുറേ കണ്ടന്റ് ഞാൻ കുറേയൊക്കെ ചിരിച്ചിട്ടുണ്ട് സൗന്ദര്യ കാണിക്കുന്ന കുറേ സാധനം കൊണ്ട്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഒരു കോമഡി പീസായിട്ട് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലായിടത്തും ഒരു സെയിം ഇഷ്ടം തന്നെയാണ് കേട്ടോ ഉള്ളത്. മുത്തുവിൻ്റെ അടുത്തും ജാക്കിലിൻ്റെ അടുത്തും സൗന്ദര്യ അടുത്തും ഒക്കെ കണ്ടന്റ് കൊടുക്കുന്നവരെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എപ്പോഴും ഞാൻ അങ്ങനെയാണ്. കാരണം പക്ഷേ മിണ്ടാതിരിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ അല്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. കാരണം ബിഗ് ബോസ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഈ ഒരു സീസൺ ചെയ്തതോടുകൂടി ഓരോ സീസണും റിവ്യൂ ചെയ്യുമ്പം എൻ്റെ എക്സ്പീരിയൻസ് കൂടുകയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ സീസണും റിവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കൂടി വരുന്നത്. കാരണം ഞാൻ 2023 റിവ്യൂ തുടങ്ങിയത്. ബിഗ് ബോസ് സീസൺ 5 മലയാളത്തിലാണ് റിവ്യൂ തുടങ്ങിയത്. അതിനുശേഷം തമിഴ് സീസൺ 7 റിവ്യൂ ചെയ്തു. അതിനുശേഷം മലയാള സീസൺ 6 റിവ്യൂ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തമിഴ് സീസൺ 8 റിവ്യൂ ചെയ്തു. 2 വർഷം കൊണ്ട് ഞാൻ 4 സീസൺസ് കവറപ്പ് ചെയ്തു. അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഈ സീസൺ തുടങ്ങിയപ്പോഴും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അയ്യോ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഇത്രയും എക്സാമും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കുക. അതെല്ലാം ഒരു വശത്തിട്ടിട്ട് ഈ ഒരു ഇതൊരു രജിസ്റ്ററാണ്. ഇതിൽ ഏതാണ്ട് ഒരു 280 പേജ് ഉണ്ട്. ഇതിന് 280 പേജ്. ഇതിലെ പേജ് നമ്പർ 25 മുതൽ 260 വരെ ഇത്രയും പേജസ് ബിഗ് ബോസിൻ്റെതാ, ബിഗ് ബോസ് തമിഴിൻ്റെതാ. ഇത്രയും പേജസ് നാളത്തെ ഗ്രാൻഡ് ഫിനാലെയും കൂടെ എഴുതാനുള്ളത് ഇതിലുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ 8 എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഓരോ സീസൺ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കായാലും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീസൺ കൂടിയാണ്. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. നാളെ എനിക്കിതൊന്നും പറയാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവത്തില്ല. പിന്നെ തമിഴ് ഞാൻ മച്ച് ഇംപ്രൂവ്ഡ് ആയി. എനിക്ക് തമിഴ് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു ഞാൻ. കഴിഞ്ഞ തമിഴ് സീസൺ 7 എനിക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് ഞാൻ തമിഴ് കാണാൻ തുടങ്ങിയ സീസൺ 7. ആ സീസൺ കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞപ്പം എനിക്ക് തമിഴ് മനസ്സിലായി. എനിക്ക് തമിഴ് എന്താണെന്ന് അറിയാൻ തുടങ്ങി ഞാൻ. അപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ ഫിനാലയിൽ ഞാൻ പറഞ്ഞിട്ട് പോയൊരു കാര്യം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സീസൺ തമിഴ് തുടങ്ങുമ്പോൾ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും കൃത്യമായിട്ട് പഠിച്ചിട്ടേ വരുള്ളൂ. അതിൻ്റെ ഒരു ചലഞ്ചാണെന്ന് പറഞ്ഞിട്ട് പോയി. കൃത്യമായിട്ട് ഈ സീസൺ തമിഴ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ തമിഴ് എഴുതാനും പഠിച്ചു, വായിക്കാനും പഠിച്ചു, പറയാനും കൂടി പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ തമിഴ് ഒരു ചാനൽ വരെ തുടങ്ങി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം മുന്നേ തമിഴിൻ്റെ റിവ്യൂ ചാനലിൽ എന്നെ ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിബേറ്റിനൊക്കെ ഞാൻ തമിഴിലാണ് പോയി പങ്കെടുത്തത്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതെല്ലാം ബിഗ് ബോസ് കാരണമാണ് എനിക്കൊരു ലാംഗ്വേജ് പഠിക്കാനും എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നേട്ടമാണ്. ഞാൻ തമിഴ് പഠിച്ചതേ ബിഗ് ബോസ് കണ്ടിട്ടാണ്. സത്യം, ഇന്നും ഞാൻ തമിഴിൽ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും പറഞ്ഞില്ല. ചില വേർഡ്സ് എനിക്ക് കിട്ടത്തില്ല തമിഴിൽ. അത് അയ്യോ അതിന് പകരം എന്ത് പറയും എന്നുള്ള ഒരു ഇത് വരെ. അപ്പം ഞാൻ അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യും. റാദർ ദാൻ ദിസ് ഐ നോ തമിഴ് എന്താ പറയുക, ഭയങ്കരമായിട്ട് അറിയാം. ഇപ്പോൾ ഭയങ്കരമായിട്ട് അറിയാം. കോൺഫിഡൻ്റ്ലി ഇപ്പോൾ ഒരാൾ വന്നിട്ട് തമിഴിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ തമിഴ് സംസാരിക്കാറുണ്ട്. തമിഴ് റിവ്യൂവേഴ്സുമായിട്ട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്, മെസ്സേജസ് ചെയ്യാറുണ്ട്. ഭയങ്കര സന്തോഷം. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ തമിഴ് പഠിച്ചു, എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ ഞാൻ പഠിച്ചു. പക്ഷേ വായിക്കാൻ ഞാൻ പഠിച്ചെങ്കിലും എനിക്ക് ഭയങ്കര വലുതായിട്ട് ഒരു ന്യൂസ് പേപ്പർ വായിക്കും പോലെ വായിക്കാൻ പഠിച്ചിട്ടില്ല. ചെറിയൊരു 1ാം ക്ലാസ് 2ാം ക്ലാസ് കുട്ടികളൊക്കെ തമിഴ് അല്ലെങ്കിൽ നമ്മുടെ മലയാളമൊക്കെ എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ ഞാൻ ചേർത്ത് വായിക്കും. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉറപ്പായിരുന്നു അടുത്ത സീസൺ 9 തമിഴ് വരുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ടും തമിഴ് പട്ട വായിക്കാനും കൂടെ പഠിച്ചിട്ടേ വരത്തുള്ളൂ. അതും കൂടി എൻ്റെ ഒരു ഉറപ്പായിരിക്കും. അപ്പം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇന്ന് ഞാൻ എൻ്റെ കഥ പറഞ്ഞ് നീണ്ടുപോയി. ഇനി നമുക്ക് കാണാം നാളത്തെ ഗ്രാൻഡ് ഫിനാലെ റിവ്യൂവിൽ, അല്ലെങ്കിൽ അവിടെ മുത്തു കപ്പ് തൂക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എവിക്ഷൻ, അവിടെ വിശാലിൻ്റെ എവിക്ഷനോ സൗന്ദര്യയുടെ എവിക്ഷനോ ഒക്കെ നടക്കുമ്പോൾ ആ കപ്പ് തൂക്കുമ്പോൾ ആ കേസും പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ റിവ്യൂ വരുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.